ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആഗസ്റ്റ് 15. അപ്പോൾ ഞങ്ങൾ അംഗൻവാടിക്ക് പതാക ഉയർത്തുന്നതൊക്കെ കാണാനും വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാനും സെനും എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ സെനും ഒക്കെ മാറ്റി ഒരുങ്ങി ഞങ്ങൾ അംഗൻവാടിയിലെത്തി. നേരെ വൈകിയെന്ന് വിചാരിച്ചെത്തിയതാണ്. അപ്പോൾ അവർ ഹെൽപ്പറും ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പതാക ഉയർത്താനൊക്കെ ഉള്ള പരിപാടിയിലാണ്. അപ്പോഴത്തേനൊക്കെ ഓരോരുത്തരും ഇങ്ങനെ കുട്ടികളും രക്ഷിതാക്കളൊക്കെ അമ്മമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് പതാകയിൽ വെക്കാനുള്ള പൂവാണ്. ഒക്കെ പൂവൊക്കെ നനഞ്ഞിരിക്കുന്നത് മഴയായിട്ട്. നല്ല മഴയാണ് ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ്. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് റിബണൊക്കെ കൊടുക്കുമ്പോൾ വെച്ച് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ അമ്മമാരെല്ലാവരും പാടെ കൂടിയിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ടുനോക്കിയിട്ട് നമ്മളെ കുട്ടികളെ പിന്നെ ആഗസ്റ്റ് 15 വലിയൊരു ആഘോഷമൊന്നും ഇല്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടൊക്കെ കണ്ട്. എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ും
കഴിച്ചില്ലേ? അവനൊക്കെ പഴം കുടിക്കാൻ കഴിച്ചു. പല ഭാഗത്തും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളും പല അക്രമങ്ങളും പട്ടിണിയും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സഹോദര സഹോദരിമാർ നമ്മുടെ ഇന്ത്യൻ്റെ പല ഭാഗത്തുള്ള സ്റ്റേറ്റുകളും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടതില്ല നമ്മളൊക്കെ എപ്പോഴും സദാസമയം പ്രാർത്ഥിക്കുമ്പോഴുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് ഏറ്റവും വലിയ സ്വർഗത്തിൽ നമ്മളൊക്കെ ജീവിക്കണം. നമുക്ക് യാതൊരു പ്രയാസങ്ങളില്ല, കലഹങ്ങളില്ല, യാതൊരു പ്രയാസങ്ങളും പട്ടിണികളോ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യുക, നമ്മൾ 100% ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന അർത്ഥത്തിലാണ് നമ്മളൊക്കെ ഇന്ത്യ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സഹോദര സഹോദരിമാർക്കും നമ്മളൊക്കെ ആഘോഷിക്കുന്നത് പോലെയുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടി ശിഷ്ടകാലങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും 79ാമത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്.